കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുഖ്യ ക്യാമ്പസിൽ അച്ചടക്കം പരിപാലിക്കാനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ കെ ഗീതാകുമാരി. ആരൊക്കെ എതിർത്താലും അത് കർശനമായി നടപ്പിലാക്കും. ക്യാമ്പസിലെ അനിഷ്ടകരമായ എല്ലാ ദുഷ്പ്രവണതകളും അവസാനിപ്പിക്കുമെന്നും SFI സമരത്തിന് താക്കീതായി VC വ്യക്തമാക്കി. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, വിവരങ്ങൾ എന്താണ്? വീണ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് കാലടി VC ഇപ്പോൾ ചെയ്യുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു സമരമാണ് SFI ഇവിടെ നടത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്യാമ്പസിൽ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് SFI മുന്നോട്ട് വെക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയുന്നത് 9:30-ക്ക് ശേഷം ഹോസ്റ്റലിൽ കയറാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി അത്ര അരക്ഷിതാവസ്ഥയിലായിരുന്നു ക്യാമ്പസ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ലഹരി മാഫിയയും പിടിമുറുക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പരാതികൾ വരുന്നു. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇതുകൊണ്ടാണ് സിൻഡിക്കേറ്റ് ചേർന്ന് ഇത്തരമൊരു പുതിയ നിർദ്ദേശങ്ങൾ വെക്കുകയും ഇത് നടപ്പാക്കുകയും ചെയ്ത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം SFI മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി സർവകലാശാല എടുത്തു പറയുന്നത് എത്ര തന്നെ സമ്മർദ്ദമുണ്ടാക്കിയാലും എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്നാണ് സർവകലാശാല വൈസ് ചാൻസലർ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമ്പസിൽ അച്ചടക്കം ഉറപ്പാക്കും, സുരക്ഷ ഉറപ്പാക്കും, ഇതിന് വേണ്ട എല്ലാ നടപടികളും തീരുമാനിക്കും. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ അത് നടപ്പാക്കാനുള്ളത് തന്നെയാണ്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് കൃത്യമായ താക്കീതാണ് നിലവിൽ കാലടി യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമരം നടത്തിയ 32 വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 24 വിദ്യാർത്ഥികൾക്കെതിരെ പരാതിയും കാരണം കാണിക്കൽ നോട്ടീസ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അച്ചടക്ക നടപടിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കവും സർവകലാശാലയുടെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. എന്തായാലും വിദ്യാർത്ഥികൾ SFIയുടെ നേതൃത്വത്തിൽ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതേ രീതിയിൽ തന്നെ നേരിടാനുള്ള ഒരു തീരുമാനം തന്നെയാണ് കാലടി സർവകലാശാലയും എടുത്തിരിക്കുന്നത്.